നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് പുറത്തുവന്നു. 8 മാസത്തോളം നീണ്ട പീഡനമാണ് സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടതെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. പലപ്പോഴും സിദ്ധാർത്ഥനെ നഗ്നനാക്കിയായിരുന്നു പീഡനം. എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് അംഗവുമായ K. അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥ് ഹാജരാകണമെന്നതായിരുന്നു ശിക്ഷ. ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ സിദ്ധാർത്ഥ് താരമായി വളരുകയായിരുന്നു പീഡനത്തിന് കാരണം. സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടത് 3 ദിവസത്തെ ക്രൂരമർദ്ദനം എന്നായിരുന്നു ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ സിദ്ധാർത്ഥിന്റെ സഹപാഠിയിൽ നിന്നുൾപ്പെടെ ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആന്റി റാഗിംഗ് കമ്മിറ്റി 166 കുട്ടികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 8 മാസം നീണ്ടുനിന്ന പീഡന വിവരം ആന്റി റാഗിംഗ് കമ്മിറ്റി ഉൾപ്പെട്ട അധ്യാപകർ അറിഞ്ഞിട്ടില്ല എന്നതാണ് ദുഃഖകരം. സിദ്ധാർത്ഥിന്റെ ജന്മദിനത്തിൽ തൂണിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചതായും മൊഴിയിലുണ്ട്. പെൺകുട്ടിയുടെ മോശമായി പെരുമാറിയതിനാണ് തങ്ങൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്ന വാദം ഇതോടെ പൊളിയുകയാണ്. ഭാവിയിൽ സിദ്ധാർത്ഥ് കോളേജ് യൂണിയൻ തലങ്ങളിലേക്ക് ഉൾപ്പെടെ സമാന്തരമായി എത്തുമെന്ന ആശങ്കയും അക്രമികൾക്കുണ്ടായിരിക്കുമെന്നാണ് നിഗമനം. കോളേജിലെ സുരക്ഷാ ജീവനക്കാർ മൊഴി നൽകാൻ ഹാജരാകാത്തതും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതിന് പിന്നാലെ ഹോസ്റ്റലിലെ പാചകക്കാരൻ ജോലി ഉപേക്ഷിച്ചതും സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ സർവകലാശാലയ്ക്ക് കൈമാറും. ഇതിനകം 31 പേർക്കെതിരെയാണ് കോളേജ് നടപടി സ്വീകരിച്ചത്. SFI നേതാക്കൾ അടക്കമുള്ളവരാണ് സിദ്ധാർത്ഥിനെ റാഗിങ്ങിന് ഇരയാക്കിയത്. മരിക്കുന്നതിന് മുമ്പ് 8 മാസത്തോളം യുവാവ് കോളേജിൽ യൂണിയൻ പ്രസിഡന്റായ അരുണിന്റെ മുറിയിൽ പോയി ഒപ്പിടുകയായിരുന്നു എന്നാണ് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് തുല്യമായ ശിക്ഷയാണ് സിദ്ധാർത്ഥിന് നൽകിയെന്നും സഹപാഠി പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപട്ടികയിലുള്ള വിദ്യാർത്ഥിയാണ് അരുൺ. കഴിഞ്ഞ മാസം 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവ ദിവസം ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ കൂട്ടത്തിൽ സിനിമ കാണാൻ പോയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിലെ 166 വിദ്യാർത്ഥികളുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിദ്ധാർത്ഥ് കോളേജിലെ ജനപ്രിയനായ വിദ്യാർത്ഥിയാണെന്ന അസൂയ കൊണ്ടാണ് പ്രതികൾ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ വെച്ച് സിദ്ധാർത്ഥിനെ പ്രതികൾ മർദ്ദിക്കുമ്പോഴും ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നു. ഇതും അന്തിമ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇത് തെളിയിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥിന് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. ഇതിനെ SFI നേതാക്കൾ അടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികൾ കണ്ടിരുന്നത് മെയിൻ ആകാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ്. 16-ാം തീയതി ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. മുഖ്യപ്രതികളായ കാശിനാഥന്റെയും സിഞ്ചോയുടെയും നേതൃത്വത്തിലായിരുന്നു ഇത്. ഈ കൂട്ടത്തിലാണ് പെൺകുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.